ദൈവതിരുനാമം ഇന്നു വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് അവിചാരിതമായിട്ടാണെങ്കിലും ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നിൽപ്പാൻ ദൈവം എന്നെയും ബലപ്പെടുത്തി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഇടയ്ക്ക് കുറെ കുഞ്ഞുങ്ങളെ കൊണ്ടെന്ന് തോന്നുന്നല്ലേ. ഈ ഫ്രണ്ടിൽ 2-3 ചെയർ ഒഴിഞ്ഞു കിടപ്പുണ്ട്. പഠിക്കുന്ന കുട്ടികൾ, 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, പാടാനായിട്ട് നിന്നേ. അവരിൽ ഇടയ്ക്കിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് വന്നിരുന്നാൽ അവരുടെ അടുത്തൂടെ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്ന് പറയാനായിട്ടുണ്ട്. മാതാപിതാക്കളോട് കൂടെ ഇരിക്കേണ്ടവർ മാത്രം അവിടെ ഇരിക്കുക. അല്ലാതെ 5ാം ക്ലാസ്സിന് മേളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇടയിൽ ഇരിപ്പുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് വന്നിരുന്നാൽ അത് സഹായമാകും. വചനചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 3-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് കുറിവാക്യമായിട്ട് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 1, അതിൻ്റെ ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 1, 1-ാമത്തെ വാക്യം. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. ഇതാണ് എൻ്റെ ഇന്നത്തെ വിഷയം. നമ്മൾ എത്ര പേര് യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്? യേശുവിനെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നവരാ. നമ്മെ രക്ഷിച്ച വലിയവനായ ദൈവം നാം വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ ഈ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവാനായിട്ട് നമുക്ക് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്? ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നാം യേശുക്രിസ്തുവിൻ്റെ മുതിർന്ന ആ അവസ്ഥ മാത്രമല്ല നോക്കേണ്ടത്. എവിടെ മുതൽ നോക്കേണ്ടി വരും? ഈ ഭൂമിയിൽ താൻ ജനിച്ച ആ ദിവസം മുതൽ തന്നെ യേശുവിനെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കുവാനായിട്ട് കഴിയും, അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മളെല്ലാവരും ആ 30 വയസ്സോടുകൂടെ പൊതു ശുശ്രൂഷ രംഗത്ത് പ്രവേശിക്കുന്ന അതിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്നാൽ അതല്ല, യേശുക്രിസ്തുവിനെ നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കുവാൻ തക്കവണ്ണം ഇടയാകണം. യേശുക്രിസ്തുവിന്റെ ഇഹലോക ജീവിതത്തില് ശൈശവം ഉണ്ടായിരുന്നോ യേശുക്രിസ്തുവിന്? അതാണ് കുഞ്ഞുങ്ങളെ എനിക്ക് ഫ്രണ്ടി വേണമെന്ന് പറഞ്ഞത്. ശൈശവം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ബാല്യകാലം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കൗമാരപ്രായം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇനി യൗവനകാലം ഉണ്ടായിരുന്നോ? ഒരു പരിധി വരെ ഉണ്ടായിരുന്നു. ഒരു കാലയളവ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണമെങ്കിൽ എവിടെ മുതൽ നോക്കണം? തൻ്റെ ശൈശവകാലം മുതൽ നമ്മൾ നോക്കിയാലേ കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കുന്ന അതിലേക്ക് നമുക്ക് കടന്നു പോകാനായിട്ട് കഴിയുള്ളൂ. ശൈശവം, ബാല്യം, കൗമാരം, ഈ 3 ഘട്ടങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ആരുടെ കൂടെയായിരുന്നു? ശൈശവ കാലഘട്ടം, അതുപോലെ തന്നെ ബാല്യകാലഘട്ടം, കൗമാരപ്രായം. ഈ കാലഘട്ടങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ആരുടെ കൂടെയായിരുന്നു? ആരുടെ കൂടെ ആയിരുന്നു? മാതാപിതാക്കൾ. പേരൂടെ പറഞ്ഞോ? യോസെഫിന്റെയും മറിയയുടെയും കൂടെയായിരുന്നു. ഇനി യൗവനകാലം തനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ യൗവനകാലം ആരുടെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് 30 വയസ്സെടുത്തോ, ആരുടെ കൂടെ ആയിരുന്നു? ആ ശിഷ്യന്മാരോടുകൂടെ ആയിരുന്നു. ദൈവാലയത്തിലുണ്ടായിരുന്നു. തന്റെ പിതാവിനോടൊപ്പമായിരുന്നു. പറഞ്ഞാൽ പരലോകത്തിൽ തന്റെ പിതാവിനോടുകൂടെയും ആയിരുന്നു. പലപ്പോഴും ആ സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിലുപരി താൻ ഈ സമൂഹത്തിൽ ആയിരുന്നു. അങ്ങനെ
യേശുക്രിസ്തുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിന്റെ ശൈശവ കാലഘട്ടത്തിൽ 8ാമത്തെ ദിവസം പരിച്ഛേദന ഏറ്റു എന്ന് പറയുന്നുണ്ട്, അല്ലേ? സർക്കംസ്റ്റാൻസസ് മനസ്സിലാക്കുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങള്. അപ്പോഴാണ് യോസേഫ് എന്ത് ചെയ്യുന്നത്? പേരിടുന്നത്. ദൈവം പറഞ്ഞതനുസരിച്ചുള്ള പേര് എന്തായിരുന്നു? ആ പേര്, നീ അവന് യേശു എന്ന് പേര് വിളിക്കണം. യേശു എന്ന് പേരിട്ടു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ എവിടേക്ക് പോകുന്നുണ്ട്? യെരുശലേം ദൈവാലയത്തിലേക്ക് പോകുന്നുണ്ട്. യെരുശലേം ദൈവാലയത്തിലേക്ക്. ഈ യെരുശലേം ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തുവിന് എത്ര മാസം പ്രായം കാണും? അറിയാവുന്നവർ പറഞ്ഞോ, നിങ്ങളെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. അവിടെ ഒരു പ്രത്യേക 2 months, 12 മാസം, 12 വയസ്സ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനു മുമ്പ് ഒരു മാതാപിതാക്കൾ കയ്യിലേന്തി പോകുന്ന ഒരു സമയമുണ്ട്. അവിടെ വായിക്കുന്നത് ശുദ്ധീകരണ കാലം തികഞ്ഞ ശേഷം. ആരുടെ? മറിയയുടെ ശുദ്ധീകരണ കാലം തികഞ്ഞ ശേഷം. എപ്പോഴാണ് തികഞ്ഞത്? ഒരു അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു ശുദ്ധീകരണ കാലമുണ്ട്. ആ സമയം വീട്ടില് ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ ഉണ്ട്. ആ കാലം തികഞ്ഞ ശേഷം, ഇന്നിവിടെ നമ്മൾ പറയും എത്ര എന്നൊക്കെ, അവിടെ മേഴ്സൂരി പറയുന്നുണ്ട് 3 മാസം ഇല്ലേ? 3 മാസം എന്നൊക്കെ പറയുന്നു. തിരുവചന പ്രകാരം അത് 3 മാസമൊന്നുമല്ല. ലേവ്യ പുസ്തകം 12ാമത്തെ അധ്യായത്തില്, ലേവ്യ പുസ്തകം 12ാമത്തെ അധ്യായത്തില് ഒരു സ്ത്രീയുടെ ശുദ്ധീകരണ കാലം പറയുന്നുണ്ട്. 39 ദിവസം അവളുടെ ശുദ്ധീകരണ കാലമാണ്. 40ാം ദിവസം പൂർണ്ണ ശുദ്ധീകരണം വരുത്തണം. തിരുവചനത്തിലെയാണ് ലേവ്യ പുസ്തകം 12ാമത്തെ അധ്യായത്തിൽ. ആ 40 ദിവസം കഴിയുമ്പോഴാണ് ശുദ്ധീകരണ കാലം തികയുന്നത്. ശുദ്ധീകരണ കാലം തികയുന്നത്. അപ്പോൾ അതുവരെ താൻ ആ മാതാപിതാക്കളോടൊപ്പം കൈകളിൽ സുരക്ഷിതമായി അവരോടൊപ്പമായിരുന്നു. ഈ 40 ദിവസം തികഞ്ഞ ശേഷം ന്യായപ്രമാണപ്രകാരം ഈ യോസേഫും മറിയയും കുറുപ്രാക്കളെയും കൊണ്ട്, ഈ ശിശുവിനെയും കൊണ്ട് ന്യായപ്രമാണപ്രകാരമുള്ള യാഗം കഴിച്ച് ആദ്യജാതനെ പ്രതിഷ്ഠിക്കണം എന്നുള്ള ഒരു ചടങ്ങുണ്ട് ന്യായപ്രമാണത്തിൽ. അത്തരത്തിൽ ചെയ്യുന്നതിന് വേണ്ടി എവിടേക്ക് പോയി? ദൈവാലയത്തിലേക്ക് പോയി. ഞാനിത് അല്പം ചരിത്രം പറഞ്ഞു വരുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്കൊക്കെ ഇതറിയാം. ദൈവാലയത്തിലേക്ക് പോയി. ദൈവാലയത്തിൽ കടന്നുപോയപ്പോൾ അവിടെ ഈ യേശു കുഞ്ഞിനെ സ്വീകരിക്കുവാനായിട്ട് ചിലരുണ്ടായിരുന്നു. ആരാ സാൻഡ്ര? അറിയാമോ? ഈ ദൈവാലയത്തിലേക്ക് കടന്നുപോയപ്പോൾ യേശു ക്രിസ്തുവിനെ ഓടി വന്ന് സ്വീകരിച്ച് കൈകളിലേക്ക് ഏന്തുവാൻ, കൈകളിലേക്ക് ഏറ്റെടുക്കുവാൻ അവിടെ ദൈവം ഒരു വ്യക്തിയെ ഒരുക്കിയിരുന്നു. ആരാത്? ശിമ്യോൻ. ശിമ്യോൻ എന്ന വ്യക്തിയെ അവിടെ ഒരുക്കിയിരുന്നു. ആ ശിമ്യോനെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ട്. അതൊക്കെ പറഞ്ഞാൽ 1-2 മണിക്കൂർ കൊണ്ടൊന്നും തീരില്ല. ദൈവാലയത്തില് ആദ്യമായിട്ട് ഈ ശുദ്ധീകരണ കാലം കഴിഞ്ഞ് ശിശുവുമായിട്ട് കടന്നു വരികയാണ്. കടന്നു വന്നപ്പോൾ ആ ശിമ്യോൻ ഇതാ ഓടി വരികയാണ്. ശിമ്യോനെ കുറിച്ച് വായിക്കുന്നത്, അവൻ നീതിമാനായിരുന്നു, ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനായിരുന്നു. മറ്റൊരു വാക്കുകൂടെ അവിടെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വസിച്ചിരുന്നവനായിരുന്നു. അപ്പോഴെല്ലാവരിലും ഒന്നും പരിശുദ്ധാത്മാവില്ല. കാരണം എന്താ? കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് 10 ദിവസം കഴിഞ്ഞ്, സ്വർഗാരോഹണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ 40 ദിവസം, പിന്നെ 10, 50 ദിവസം, അതാണ് പെന്തക്കോസ്ത് നാൾ. അന്നാണ് പരിശുദ്ധാത്മാവ് എന്നേക്കും ഈ ഭൂമിയിൽ വസിക്കേണ്ടതിന്, നമ്മോടുകൂടെ ഇരിക്കേണ്ടതിന് ഈ ഭൂമിയിലേക്ക് വന്നത്. അവിടെ ഈ ശിമ്യോന്റെ കൂടെ പറയുമ്പോൾ അവിടെ ശിമ്യോനിൽ എന്തുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു.
അപ്പൊ ഈ ശിമ്യോൻ നീതിമാനായിരുന്നു, ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന വ്യക്തിയായിരുന്നു, പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു. ഈ വന്യ വയോധികനായ ആ ശിമ്യോനാണ് കർത്താവായ യേശു ക്രിസ്തു ആകുന്ന ശിശുവിനെ കരങ്ങളിൽ ഏന്തിക്കൊണ്ട് അനുഗ്രഹത്തിന്റെ വാക്കുകളും, ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, ജാതികൾക്കൊരുക്കിയിരിക്കുന്ന ആ മഹാരക്ഷ, ഈ മഹാസന്തോഷം എന്റെ കണ്ണുകൾ കണ്ടല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന, അപ്പോഴും ആരുണ്ട് കയ്യില്? ഈ കുഞ്ഞ് കൈകളിലുണ്ട്. അതിനുശേഷം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ മാതാപിതാക്കളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആ ശിമ്യോനൊപ്പം നിന്ന ഒരു വന്യ വയോധിക വൃദ്ധ ഉണ്ടായിരുന്നു. ആരാത്? ഹന്ന എന്ന പ്രവാചകി, അല്ലേ? ഹന്ന എന്ന പ്രവാചകി. എത്ര വയസ്സ് കാണും ഹന്നയ്ക്ക്? ഹന്നയ്ക്ക് എത്ര വയസ്സ് കാണും? അവിടെ വായിക്കുന്നുണ്ട്, കന്യക കാലം തികഞ്ഞ ശേഷം 7 വർഷം ഭർത്താവിനോടുകൂടെ താമസിച്ചു. അത് കഴിഞ്ഞ് 80 വർഷം വിധവയായി കഴിഞ്ഞു. അപ്പൊ എത്രയായി? 87. എത്ര വയസ്സിലായിരിക്കും കല്യാണം കഴിഞ്ഞ? നമുക്ക് അറിഞ്ഞൂടാ. കുറഞ്ഞത് 20 ഇല്ലേ? ആയിരിക്കോ സൈമിത് സോര? ഏറ്റവും കുറഞ്ഞത് 20 years എടുക്കാം. അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോഴെത്ര? എനിക്ക് കണക്കിൽ ഇച്ചിരി പോറാ. പറഞ്ഞ മോളെ, 107. കുറഞ്ഞത് അത്രയും വയസ്സുണ്ടാവും. ഏറ്റവും കുറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഈ വന്ന വയോധികയായ വൃദ്ധ ആരോടൊപ്പം നിൽക്കുകയാ? ശിമ്യോനോടൊപ്പം നിൽക്കുകയാ. എങ്ങനെ നിൽക്കുന്നത്? വളരെ സന്തോഷത്തോടുകൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഹന്നയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം അറിയാമോ? ദൈവാലയം വിട്ടു പിരിയാത്ത ഹന്ന. ദൈവാലയം വിട്ടു പിരിയാത്ത ഹന്ന. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദൈവത്തെ ആരാധിക്കാൻ ഈ സഭാകാളിലേക്കൊന്ന് കടന്നു വരുവാൻ എത്ര പ്രയാസമാണ്. ഹന്ന എന്ന ഈ പ്രവാചകി കുറിച്ച് അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ദൈവാലയം വിട്ടു പിരിയാത്ത ഹന്ന. പിന്നെ അവിടെ പറയുന്നുണ്ട്, അവൾ എങ്ങനെയാ ദൈവാലയത്തിൽ ഇരുന്നത്? എങ്ങനെയാ ഇരുന്നത്? ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരുന്ന ഹന്ന. ദൈവാലയത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ട് അവിടെ യെരൂശലേം ദേവാലയത്തില്. അതൊന്നും കഴിക്കുകയല്ല ലക്ഷ്യം. ദൈവാലയത്തിൽ വന്നിരുന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അവിടെ ആയിരുന്നത് കർത്താവായ യേശു ക്രിസ്തു വരും എന്നുള്ള പ്രവചനം താൻ പറഞ്ഞിട്ടുണ്ട്. അത് തനിക്കറിയാമായിരുന്നു. അതവിടെ പലയിടത്തും പങ്കുവയ്ക്കുന്നുമുണ്ട്. അപ്പോൾ ആ യേശുക്കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുകയാ. എങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്? പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ. തീർന്നില്ല, രാവും പകലും ആരാധന ചെയ്തുകൊണ്ടിരുന്നു, ആരാധിച്ചുകൊണ്ടിരുന്നു. രണ്ട് മഹത് വ്യക്തികളെ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈകളിൽ എന്തിക്കൊണ്ട് ആ ദൈവാലയത്തിലേക്ക് വെറും 2 മാസം പോലും പ്രായം ഇല്ലാത്ത ആ കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ ആ ഏറ്റുവാങ്ങുവാൻ, അനുഗ്രഹിപ്പാൻ, സന്തോഷിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ 2 പേരെ ദൈവം അവിടെ ഒരുക്കി നിർത്തിയിരുന്നു. ഈ യേശുവിനെ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. യേശുവിനെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. രാവും പകലും ദൈവത്തെ ആരാധിക്കുന്ന അവരോടൊപ്പം ആയിരുന്ന യേശു. ബാല്യകാലത്തില് കർത്താവായ യേശു ക്രിസ്തു മാതാപിതാക്കളോടൊപ്പം ആയിരുന്നു. എന്നാൽ സജിമേറ്റ് സോരം പറഞ്ഞതുപോലെ ഈ മാതാപിതാക്കൾക്കൊരു നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. എല്ലാ പെസഹയ്ക്കും എവിടെ പോകും? യെരൂശലേം ദൈവാലയത്തിൽ പോകും. ഈ മോനെ വീട്ടിൽ ഇരുത്തിയിട്ടല്ല പോകുന്നത്. എന്ത് ചെയ്യും? യേശുവിനെയും കൂടെ കൊണ്ടുപോകും. യേശു കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകും. ഏതാണ്ട് 12 വയസ്സ് വരെ പോയിരുന്നു എന്നുള്ളത് നമുക്ക് തിരുവചനത്തിൽ നിന്നും. അതിനുശേഷം പോയിരിക്കില്ലേ? പോയിരിക്കാനായിട്ടുള്ള സാധ്യത. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ ദൈവാലയത്തിലേക്ക് എന്ന് ഞാൻ പറയുന്നത് ആരാധനയ്ക്കായിട്ട്, ബൈബിൾ ക്ലാസ്സിനായിട്ട്, ഭവനയോഗത്തിനായിട്ട്, പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുന്നവരാണ്. ഒരുമിച്ച് കൂടുമ്പോൾ മക്കളെ വീട്ടിൽ ഇരുത്തിയിട്ട് വരുന്ന മാതാപിതാക്കൾ
അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വീട്ടിലിരുന്ന് ആരെങ്കിലുമൊക്കെ വരും. എൻ്റെയും കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ്. എന്നാൽ ഇതല്ല, മറിയയുടെയും യോസഫിന്റെയും സ്വഭാവം ഈ കുഞ്ഞിനെ കൂടെ, യേശു കുഞ്ഞിനെ കൂടെ കൂട്ടുന്ന ഒരു സ്വഭാവം, കൂടെ കൊണ്ടുപോകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ അല്പം പിന്നീട് പറയാം. അപ്പൊ 12-ാമത്തെ വയസ്സിൽ ദൈവാലയത്തില്, ഈ യേശുക്കുഞ്ഞ് ദൈവാലയത്തില് എവിടെ ഇരുന്നതായിട്ടാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? 12-ാമത്തെ വയസ്സിൽ പറയാം. എന്താ ജെറമ്യ പറ? എവിടെ? പള്ളി ദൈവാലയത്തിന്റെ നടുക്ക് തന്നെ. അതാണ്ട് ശരിയായി, ദേവാലയത്തിന്റെ നടുക്കായിരിക്കും. പക്ഷെ അവിടെ ഒരു കൂട്ടം വ്യക്തികളുടെ പേര് പറയുന്നുണ്ട്. ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ. യേശു കുഞ്ഞ് വെറുതെ പോയി സഭാകാളി പോയി കളിച്ച്, 12 വയസ്സേ ഉള്ളൂ, ചിലപ്പോൾ അതിനു മുമ്പേയും കാണും. ഈ 12 വയസ്സ് പ്രായമുള്ളപ്പോൾ ദൈവാലയത്തിൽ മാതാപിതാക്കളോടൊപ്പം ഒരുമിച്ച് പോയിട്ട് അവിടെ കളിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കാനായിട്ട് ആഹ്വാനം ചെയ്തത്. അവിടെ എന്താ? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ. ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ. നമ്മൾ മക്കളെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, സഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ എവിടെ ആയിരിക്കണമെന്നുള്ളത് നാം ചിന്തിക്കണം. മക്കൾ എവിടെ ആയിരിക്കണമെന്നുള്ളത് നാം ചിന്തിക്കണം. അവരെങ്ങനെയെങ്കിലും സമയം കഴിച്ച് സമയം തീർത്ത് കടന്നു പോകുന്നവരായിട്ടിരിക്കുവാനായിട്ട് പാടില്ല. എല്ലാവരുടെയും ശ്രദ്ധ കിട്ടത്തക്കവണ്ണം ഉപദേഷ്ടാക്കന്മാരുടെ നടുക്ക് അവരെ ആയിരിക്കുവാൻ നമ്മൾ ശീലിപ്പിക്കണം. ഇവിടെ യേശു അങ്ങനെ ആയിരുന്നു. അത് തനിയെ ആയിരുന്നതായിരിക്കാം. അതിന് ചില പിന്നിൽ ചില ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ അത്രയും പറഞ്ഞ യേശുവിൻ്റെ ആ ശൈശവ കാലഘട്ടത്തിലെയും ബാല്യകാലഘട്ടത്തിലെയും ചില കാര്യങ്ങൾ അത് പറഞ്ഞ് ഞാൻ നിർത്തിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്, വളർന്നത് എവിടെയാ? ഒരു കുടുംബത്തിലാണ്. അതാണ് എൻ്റെ വിഷയം. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതും വളർന്നതും എവിടെയാ? ഒരു കുടുംബത്തിലാണ്. ഒരു കുടുംബത്തിലാണ്. മറ്റു പല ഭഗവത്ഗീത അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ചില അവതാരങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വളർത്തലൊന്നും അവരെ കുറിച്ച് കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഒരു കുടുംബത്തിൽ ആണ് ജനിച്ചത്. തന്നെ കുടുംബത്തിൽ തന്നെ ജനിച്ചത്. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? കുടുംബത്തിലാ ജനിച്ചത്. അതിന് സംശയമൊന്നുമില്ല. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലി പറയുന്നുണ്ട്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി പറയണമെങ്കിൽ അങ്ങനെ ഒരു പാരമ്പര്യം വേണമല്ലോ. അത് പറയുന്നുണ്ട്. മാത്രമല്ല, മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ യോസെഫിന്റെ പിതാവിന്റെ പേരാണ് യാക്കോബ്. എന്നാൽ അവിടെ എടുത്തു പറയുന്നു, അവളിൽ നിന്ന്, യോസെഫിൽ നിന്നല്ല, മറിയയിൽ നിന്ന് ക്രിസ്തു എന്ന യേശു ജനിച്ചു. അപ്പൊ യേശു ക്രിസ്തു ജനിച്ചത് ഇവിടെ തന്നെയാണ്, ഒരു കുടുംബത്തിൽ തന്നെയാണ്. ആ കുടുംബത്തിൽ ആണ് യാക്കോബ്, മറിയയുടെ ഭർത്താവായ യോസെഫ് എന്നിവർ ഉള്ളത്. മറിയയും യോസെഫും അവളിൽ നിന്ന് ജനിച്ചു. അപ്പോൾ ഈ യോസെഫിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ, യോസെഫ് കാരണക്കാരനല്ലെങ്കിലും ഈ ലോകത്തിൽ ദൈവം ആഗ്രഹിച്ചു യേശു ശിശു ആയിരിക്കുമ്പോൾ, ശൈശവ പ്രായത്തിലായിരിക്കുമ്പോൾ, ബാല്യകാലത്തിലായിരിക്കുമ്പോൾ ഒരു പിതാവ് ഈ ലോകത്തിൽ വേണം. ഒരു പിതാവ് ഈ ലോകത്തിൽ വേണം. തനിക്ക് ഏറ്റവും വലിയ പിതാവുണ്ട്, തനിക്ക് തുല്യനായ പിതാവുണ്ട്. അതുപോരാ, ഈ ലോകത്തിൽ ശിശുവായിട്ട് ജനിച്ച് വളരുവാൻ ഒരു പിതാവിനെ ആവശ്യമാണ്. അതുകൊണ്ടാണ് യോസെഫിനെ ദൈവം മുന്നമേ കണ്ട് അതിനായിട്ട് ഒരുക്കിയിരുന്നത്. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തില് യേശു തന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ
എത്ര വയസ്സെന്നാ പറയുന്നത്? 30 വയസ്സായിരുന്നു. അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. എന്തിനാ യോസഫിന്റെ മകൻ എന്നവിടെ പറഞ്ഞില്ല, യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. റിയലി അങ്ങനെ അല്ല. യഥാർത്ഥത്തിൽ എന്താണ്? യോസഫിന്റെ മകനല്ല, സ്ത്രീയുടെ സന്തതി, മറിയയുടെ മകനാണ്. അത് പരിശുദ്ധാത്മാവിലാണ് രൂപം കൊണ്ടതെന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ യോസഫിന്റെ മകൻ യഥാർത്ഥത്തിലുള്ള അപ്പനല്ല എങ്കിലും ഈ ഭൂമിയിൽ തന്നെ വളർത്തുവാനായിട്ട് ദൈവം കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് യോസഫ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ യേശുവിന്റെ 1:18 യേശുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയെന്ന് കണ്ടു. ആര് കണ്ടു? ആരാ കണ്ടേ? യോസഫ് കണ്ടു. അത് പറയണമെങ്കിൽ സ്വല്പം ഞാൻ അല്പം അവിടെ വ്യാഖ്യാനിക്കേണ്ടി വരും, അല്പം വിശദീകരിക്കേണ്ടി വരും. മറിയയെ വിവാഹ നിശ്ചയം ചെയ്തിരുന്നു, അവർ കൂടി ചേർന്നില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. വിവാഹ നിശ്ചയം കഴിഞ്ഞു, പക്ഷെ അവർ ഒന്നായി തീർന്നില്ല, അവർ കൂടി ചേർന്നില്ല. അതിനു മുമ്പ് തന്നെ യോസഫിന് കിട്ടിയ ഒരു അറിവാണ് എന്ത്? മറിയ ഗർഭിണിയാണ്. ഇതെങ്ങനെ കിട്ടി? ചിന്തിക്കാൻ വേണ്ടി പറയണമെന്നേ ഉള്ളൂ, ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മറിയ തന്നെ പറഞ്ഞിരിക്കാനാണ് സാധ്യത. ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല. അത് തന്നെയാണ് സാധ്യത. അല്ലാതെ ആർക്കറിയാം ഈ ഭൂമിയില്? മറിയ തന്നെ യോസഫിനോട് പറഞ്ഞു, വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക, ഇനിയും ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ അവർ ഒന്നാകേണ്ടതാണ്. അതുകൊണ്ട് മറിയ തന്നെ പറഞ്ഞു കാണും, ഞാൻ ഗർഭവതിയാണ്, പരിശുദ്ധാത്മാവിലാണ് ഞാൻ ഈ ഗർഭം രൂപം പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ മറിയ അങ്ങനെ കണ്ടു. അത് നമ്മൾ ഈ വിവാഹത്തെക്കുറിച്ച് അല്പമായിട്ട് പറയുമ്പോൾ, യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് വിവാഹത്തിന് 3 ഘട്ടങ്ങളുണ്ട്. വിവാഹത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. വിവാഹത്തിന് യഹൂദ പാരമ്പര്യം അനുസരിച്ച് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തതിനെ പറയുന്നത് എൻഗേജ്മെന്റ് എന്നാണ് അതിനെ പറയുക. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് തക്ക തുണകളെ കണ്ടെത്തി അവരുടെ സമ്മതത്തോടുകൂടെ വിവാഹത്തിന് തീരുമാനിക്കുന്നതാണ് എൻഗേജ്മെന്റ്. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. ആരാ കണ്ടെത്തുന്നത്? മാതാപിതാക്കൾ കണ്ടെത്തി മക്കളുടെ സമ്മതത്തോടുകൂടെ തീരുമാനിക്കുന്നു. ആര് തീരുമാനിക്കുന്നു? മാതാപിതാക്കൾ തീരുമാനിക്കുന്നു. അതിനുള്ള അവസരം മാതാപിതാക്കൾക്ക് കൊടുക്കണം മക്കള്. കേട്ടോ? നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല, നമ്മുടെ ആഗ്രഹമനുസരിച്ചല്ല. ദൈവഹിതം നിറവേറ്റപ്പെടണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും അതിനുള്ള സാവകാശവും അതിനുള്ള അവകാശവും നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾക്കാണുള്ളത്. അത് മക്കൾ മറന്നു പോകരുത്. ഇതാണ് ഒന്നാമത്തെ തീരുമാനം അവരെടുക്കുന്നു. രണ്ടാമത്തെ കാര്യമാണ് ബിട്രോത്തൽ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത്. ഈ വിവാഹ നിശ്ചയമാണ് വിവാഹത്തെക്കാളും യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് പ്രധാനപ്പെട്ട ചടങ്ങ്. വിവാഹ നിശ്ചയമാണ്. വിവാഹ നിശ്ചയത്തിലൂടെ അവർ ഉടമ്പടി ചെയ്യും. ഞാൻ ഇന്നു മുതൽ ഭാര്യാഭർത്താക്കന്മാരായി ജീവിപ്പാൻ തക്കവണ്ണം ഉടമ്പടി ചെയ്യുന്നു, കവനന്റ് ചെയ്യുന്നു. കരാറല്ല, കവനന്റ്, ഉടമ്പടി ചെയ്യുന്നു. എന്താ കവനന്റും കരാർ, കോൺട്രാക്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കവനന്റ് ആൻഡ് കോൺട്രാക്ട്? കവനന്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സാക്ഷി നിർത്തി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എടുക്കുന്ന ഉടമ്പടി, ആ തീരുമാനം, അതാണ് കവനന്റ്. ദൈവത്തോട് ഉടമ്പടി, അതിന് ബാധ്യതയുണ്ട്. കോൺട്രാക്ട് അങ്ങനെയല്ല, മനുഷ്യർ തമ്മിൽ ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല കോൺട്രാക്റ്റിലെ ഏതെങ്കിലും ഒരു വ്യവസ്ഥ ലംഘിക്കപ്പെട്ടാൽ ആ കോൺട്രാക്ട് അസാധുവാകും. കവനന്റ് അങ്ങനെ അസാധുവാകുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത് വിവാഹ
നിശ്ചയം ചെയ്ത് ഉടമ്പടി ചെയ്ത് അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ വിവാഹ മോചനം തിരുവചനപ്രകാരം അനുവദിക്കുന്നതല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ, വിവാഹം നടക്കണ്ട, വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ വിവാഹമോചനം പാടില്ല. നീ എന്തെങ്കിലും കാരണവശാൽ വിവാഹമോചനം വേണമെങ്കിൽ നിയമപ്രകാരമാകണം, ന്യായപ്രമാണത്തിലെ വ്യവസ്ഥ പ്രകാരമാകണം. പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ ന്യായപ്രമാണം പറയുന്നില്ല. അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന വ്യക്തി കല്ലെറിഞ്ഞു കൊല്ലപ്പെടണം. പരസ്യമായി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന്, ന്യായപ്രമാണത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവളെ ഉപേക്ഷിക്കുമ്പോൾ ആരാണോ വ്യഭിചാരം ചെയ്തത് അവളെ അല്ലെങ്കിൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. മനസ്സിലാക്കുന്നുണ്ടോ? അതുകൊണ്ട് ഈ വിവാഹ നിശ്ചയം വളരെ പ്രധാനമാണ്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു പോട്ടെ. വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്കായി തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന എൻഗേജ്മെന്റ് അത്ര പ്രശ്നമല്ല, തീരുമാനത്തിൽ മാറ്റം വരുത്തുവാൻ നിങ്ങൾക്ക് സാധ്യത അവിടം കൊണ്ട് തീരുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ പിന്നെ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിവാഹ നിശ്ചയത്തിന് മുമ്പ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന പ്രതിശ്രുത വരൻ പ്രതിശ്രുത വധു അവരുടെ വിശ്വാസം പൂർണ്ണമായി നിങ്ങൾ ആർജിക്കണം. മനസ്സിലാക്കുന്നുണ്ടോ? വിവാഹ നിശ്ചയത്തിന് മുമ്പ് തന്നെ അവർ തമ്മിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും ഉണ്ടാകണം. അത് കഴിഞ്ഞ് യാതൊരു കാരണവശാലും അതിൽ നിന്ന് പിന്മാറുവാൻ ദൈവവചനം അനുശാസിക്കുന്നില്ല. മാറണമെങ്കിൽ അതിനു മുമ്പേ മാറിക്കൊള്ളണം. അതുകൊണ്ടാണ് പറയുന്നത്, പൂർണ്ണ വിശ്വാസം പ്രാപിച്ചതിന് ശേഷം വിവാഹം കഴിക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു മുമ്പേ പറഞ്ഞ് തീർക്കുക. ഈ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞാലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വിവാഹം മുടക്കികളും മറ്റേ നാട്ടുകാരുടെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊന്നും ഇട കൊടുക്കരുത്. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ അത് വിവാഹത്തിന്, ഇവിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് മറിയെ പറയുന്നത് എന്താ? യോസഫിന്റെ ഭാര്യ, നിന്റെ ഭാര്യയെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കണ്ട. നീ ഇംഗ്ലീഷിൽ വായിച്ചാൽ യു നോട്ട് ഫിയർ, നീ ഭയപ്പെടേണ്ട എന്നാണ്, ഇല്ലേ? അപ്പം നിന്റെ ഭാര്യയായ മറിയ, അതുപോലെ മറിയോട് പറയുന്നു നിന്റെ ഭർത്താവായ യോസഫ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടമാണ് വിവാഹ നിശ്ചയം. അത് പരമപ്രധാനമാണ്. അത് കഴിഞ്ഞ് ചില മാസങ്ങളോ ചിലപ്പോൾ ഒരു വർഷമോ കഴിഞ്ഞതിന് ശേഷമാണ് വിവാഹം. ഈ വിവാഹം എന്ന് പറഞ്ഞൊരു നോമിനൽ ചടങ്ങാണ്. അവർ തമ്മിൽ ഒരുമിച്ച്, അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ ചെന്ന് എന്ത് ചെയ്യുന്നു? കൂട്ടാളിയെ കൂട്ടി ഒരുമിച്ച് താമസിക്കാനായിട്ട് വരുന്ന ഒരു ചെറിയ ചടങ്ങാണ് ഏത്? വിവാഹം. അപ്പം ആ കാലഘട്ടത്തിൽ ഇത് ഞാൻ പറയാനുള്ള കാരണമുണ്ട്. അടുത്ത് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. ഈ യോസഫ് 1:19, മത്തായി സുവിശേഷം 1:19 വാക്യം, അവളുടെ ഭർത്താവായ യോസഫ് എന്ന് പറയുന്നുണ്ട്. 1:20 നിന്റെ ഭാര്യയായ മറിയ, വിവാഹ നിശ്ചയത്തിന് ശേഷമാണ്. അപ്പോൾ യേശു ജനിച്ചത് ഒരു കുടുംബത്തിലാണ്. ഞാനിന്ന് പ്രധാനമായിട്ടും ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യോസഫിന്റെ ചില പ്രത്യേകതകളാണ്. കുടുംബത്തിന്റെ നാഥൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് അവസരത്തിൽ മറിയെക്കുറിച്ചും ശിശുവായ യേശുക്രിസ്തുവിനെ കുറിച്ചും അവന്റെ വളർച്ചയെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്നാമത് യോസഫ് കുടുംബനാഥനാണ്, അല്ലേ? യോസഫ് മത്തായി, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളിലെ പ്രാരംഭ അധ്യായങ്ങളിലാണ് യോസഫിനെ കുറിച്ച് പറയുന്നത്. മത്തായി 1:18 അവന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിനെ വിവാഹ നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി എന്ന് കണ്ടു. ഇത് യോസഫിന് ലഭിച്ച വിചാരം. യോസഫ് വിവാഹ നിശ്ചയം, അവിടെ വിവാഹ നിശ്ചയത്തിന് ഇംഗ്ലീഷിലെ എസ്പൗസ്ഡ് എന്നും പിന്നെ ചിലയിടത്ത് ബിട്രോത്തൽ എന്നുള്ള പരിഭാഷയും നമുക്ക് കാണാനായിട്ട് കഴിയും. എസ്പൗസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിശ്ചയിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് നല്ലൊരു വാക്ക്. അപ്പോൾ ശരിയായിട്ട് ഉള്ള ബന്ധത്തിലേക്ക് വരുന്ന. അപ്പോൾ അടുത്ത 19 വാക്യത്തിൽ
അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു. 1:20. തുടർന്ന് ദൂതൻ പ്രത്യക്ഷനായി യോസേഫിനെ വിളിക്കുകയാണ്, ദാവീദിന്റെ മകനായ യോസേഫേ. ഈ വിളി തന്നെ ഒരുപക്ഷെ അവന്റെ ഹൃദയം പൊട്ടിക്കാണും. ആരുടെ? യോസേഫിന്റെ. ഇല്ലേ? ആരെങ്കിലും അവൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ആരുടെ പുത്രനാണ് വിളിച്ചിരിക്കുന്നത്? യോസേഫിനെ. കർത്താവ് യേശു ക്രിസ്തുവിനെ അല്ല വിളിച്ചത്. ആരെ വിളിച്ചിരിക്കുന്നത്? യേശുവിന്റെ വളർത്ത് പിതാവായ യോസേഫിനെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് വിളിക്കുകയാണ്. എന്താ? ദാവീദിന്റെ മകനായ യോസേഫേ. ഓ, അയ്യോ, ഞാൻ ദാവീദിന്റെ മകനോ? അതുവരെ ഒരുപക്ഷെ യോസേഫിന് ആ ബോധം ഉണ്ടായിരുന്നിരിക്കില്ല. ഇവിടെ പറയുന്നു, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കേണ്ട. ഫിയർ നോട്ട്. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ്. ചില കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അത് കഴിഞ്ഞിട്ട് 22-23 വാക്യങ്ങൾ, കന്യകി ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. അപ്പോൾ ഈ യോസേഫിന് വ്യക്തമായ ഒരു വിവരണം അവിടെ കൊടുക്കുകയാണ്. വ്യക്തമായ വിവരണം. ആരാണ് യേശു? അവൻ എങ്ങനെയാണ് മറിയയിൽ ഉൽപ്പാദിതമായത്? അതുകൊണ്ട് നീ ഒരിക്കലും ഉപേക്ഷിക്കുവാനായിട്ട് പാടില്ല. ഞാൻ അവിടെ അത് നിർത്തിയതിനു ശേഷം യോസേഫിന്റെ മറ്റു ചില പ്രവർത്തനങ്ങളിലൂടെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നീട്. യോസേഫ് കുടുംബനാഥനാണ്. ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക വ്യക്തിയാണ്. അതുകൊണ്ടാണ് യോസേഫിനെ ദാവീദിന്റെ മകൻ എന്ന് തന്നെ നേരിട്ട് സംബോധന ചെയ്യുവാനായിട്ടിടയായത്. കുഞ്ഞുങ്ങളോടാണ്. യോസേഫിന്റെ തൊഴിൽ എന്തായിരുന്നു? കാർപ്പന്റർ. കറക്റ്റാ, കാർപ്പന്റർ. തച്ചൻ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. യോസേഫിന്റെ തൊഴിലിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ 2 ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് മത്തായി സുവിശേഷം 13-55 വാക്യത്തിൽ, ഇവൻ എന്ന് പറഞ്ഞാൽ യേശു തച്ചന്റെ മകനല്ലയോ? അവന്റെ സംസാരവും പ്രവർത്തികളും കണ്ടിട്ട് ന്യായശാസ്ത്രിമാരും പുരുഷാരവും വിളിച്ചു ചോദിക്കുക, ഇവൻ തച്ചന്റെ മകനല്ലയോ? അപ്പോൾ യോസേഫിന്റെ തൊഴില് എന്താണ്? തച്ചൻ, കാർപ്പന്റർ പണിയാണ് ഈ യോസേഫിന്റെ തൊഴിൽ. 6-ാം അധ്യായം മർക്കോസ് സുവിശേഷം, മാർക്ക് ചാപ്റ്റർ 6:3, അവിടെ പറയുന്നുണ്ട്, ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ആര്? യേശു. ആദ്യം പറഞ്ഞു ഇവൻ തച്ചന്റെ മകനല്ലയോ. രണ്ടാമത് ജനം പറയാണ് ഇവൻ തച്ചനല്ലയോ. തച്ചന്റെ മകൻ അന്ന് തച്ചനാണ്. തച്ചന്റെ മകൻ തച്ചനാണ്. മാത്രവുമല്ല, യേശു ക്രിസ്തു ചെറുപ്പകാലത്തിൽ കുടുംബത്തിലായിരുന്നു, പിതാവിനോടൊപ്പമായിരുന്നു, മാതാവിനോടൊപ്പമായിരുന്നു. ആ തൊഴിലാണ് ആര് ശീലിച്ചത്? കർത്താവായ യേശു ക്രിസ്തു ശീലിച്ചത്. അത് നമുക്ക് പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ യേശു ക്രിസ്തുവിന്റെ പിതാവ് തച്ചൻ ആയിരുന്നു. ഈ ലോകത്തിന്റെ രക്ഷിതാവായ, സകല ജനത്തിനും ഒരുക്കിയിരിക്കുന്ന മഹാരക്ഷിതാവിന്റെ ഈ ലോകത്തിലെ പിതാവ് ഒരു തച്ചപ്പണി എടുത്താണ് കർത്താവായ യേശു ക്രിസ്തുവിനെ വളർത്തിക്കൊണ്ടുവന്നത്. അല്ലാതെ സ്വർഗത്തിൽ നിന്ന് ആഹാരമൊന്നും കൊടുത്തില്ല. ദൈവം ഈ ശിശുവിനെ വളർത്തുവാൻ ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ദൈവപുത്രനാണ്. അവനെ വളർത്തുവാൻ ആകാശത്തുനിന്ന് മന്ന വർഷിപ്പിച്ചില്ല. എന്നിങ്ങനെ വളർത്തിയത്? തച്ചപ്പണി ചെയ്ത്. ഈ തച്ചപ്പണി എന്തിനാ ചെയ്തത്? ഇവരുടെ കുടുംബത്തിന് സ്വന്തമായിട്ട് ഭൂമിയില്ല, കൃഷി ചെയ്യുവാനായിട്ടുള്ള ഭൂമിയില്ല, ആടുമാടുകളൊന്നുമില്ല. അന്നത്തെ ധനമെന്ന് പറയുന്ന ആടുമാടുകളൊന്നുമില്ല. പിന്നെ എന്തു തൊഴിലായിട്ട് ചെയ്യേണ്ടത്? തച്ചപ്പണി. അന്ന് ആ കാലഘട്ടത്തിൽ തച്ചപ്പണി എന്ന് പറഞ്ഞാൽ എന്തു കിട്ടാനാണ്. മാത്രമല്ല, അന്നത്തെ വീടുകളിലെല്ലാം ഈ തച്ചപ്പണിയുടെ ആവശ്യമൊന്നുമില്ല.
അവർ ഈ മണ്ണ് കൊണ്ടോ ഇഷ്ടിക കൊണ്ടോ അല്ലെങ്കിൽ പുല്ലുകൊണ്ടോ ഒക്കെ മേഞ്ഞ വീടുകളിലാണ് താമസിക്കുന്നത്. അവിടെ ഈ തച്ചപ്പണിയുടെ വലിയ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ തച്ചപ്പണി വളരെ കുറവുമാണ്. വല്ലപ്പോഴും കിട്ടുന്ന ജോലി, വല്ലപ്പോഴും കിട്ടുന്ന ആ തച്ചപ്പണി, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് യേശുക്രിസ്തുവിനെ വളർത്തുവാൻ വളരെ പ്രയത്നിച്ച യോസേഫ് കുടുംബനാഥന്മാരുടെ കടമയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന മക്കളെ നമ്മുടെ കഴിവ് അനുസരിച്ച് അധ്വാനിച്ച് അവരെ പോറ്റി പുലർത്തണം. അതിന് യോസേഫ് ഇവിടെ മാതൃക കാണിക്കുകയാണ്. അതിനുവേണ്ടി യോസേഫ് രാപ്പകൽ അധ്വാനിക്കുകയാണ്. ജീവസന്ധാരണത്തിന് വേണ്ടി വളരെയധികം താൻ മെച്ചപ്പെടുകയാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു വളരെ പുവറായിട്ടുള്ള ഫാമിലിയിൽ പിറന്നു എന്ന് പറയുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ യോസേഫിന്റെ പണി തച്ചനായിരുന്നു. വളരെ ദാരിദ്ര്യം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഈ കുടുംബം, ഈ യോസഫിന്റെ കുടുംബം. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി രണ്ടാമത് യോസഫിനെ കുറിച്ച് പറയുവാനായിട്ടുള്ളപ്പം യോസഫിന്റെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് പറഞ്ഞത്, അധ്വാനിച്ച് കുടുംബത്തെ അല്ലെങ്കിൽ മക്കളെ, ഭാര്യയെ പോറ്റുന്ന, പുലർത്തുന്ന, വളർത്തുന്ന കുടുംബം. മനസ്സിലാക്കുന്നോ? അതാണ് കുടുംബനായകൻ. ഇനി രണ്ടാമത് 1:18 വിവാഹ നിശ്ചയത്തിന് ശേഷം അവർ കൂടി വരും മുമ്പേ യോസഫിന് മറിയയെക്കുറിച്ച് വളരെ വിഷമിപ്പിക്കുന്ന, തന്നെ ഹൃദയത്തെ കലക്കുന്ന, തന്നെ വളരെ വളരെ ആകുലത്തിലേക്ക് നയിക്കുന്ന ഒരു വാർത്തയാണ് മറിയയിൽ നിന്നും കിട്ടിയത്. എന്ത് വാർത്തയാണ് കിട്ടിയത്? മറിയ, നിന്റെ ഭാര്യയാകാൻ പോകുന്ന, അല്ലെങ്കിൽ ഭാര്യയായ ഞാൻ ഗർഭിണിയാണ്. ഇത് പരിശുദ്ധാത്മാവിലാണുണ്ട്. ഇനി ബാക്കി കാര്യം നിനക്ക് തീരുമാനിക്കാം. അവിടെ മറിയയെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുന്നുണ്ട്. മറിയയുടെ ഒരു സ്വഭാവമുണ്ട്. എന്നാൽ ഈ യോസഫ് ഇത് കേട്ടപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, മറിയയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്ന യോസഫ് ഈ മറിയയിൽ നിന്ന് ഈ വാർത്ത കേട്ടപ്പോൾ മറിയയെ കുറ്റപ്പെടുത്തിയില്ല. മറിയയെ കുറ്റപ്പെടുത്തിയിട്ട് അവർ കാണുന്നുണ്ടോ? ഇല്ല, മറിയയെ കുറ്റപ്പെടുത്തിയില്ല. കാരണം മറിയയിലുള്ള പൂർണ്ണമായ വിശ്വാസം. അവൾ അങ്ങനെയൊന്നും പോകില്ല. അവൾ ചെയ്തത് ശരിയായ, അല്ലെങ്കിൽ അവൾക്ക് സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. അത് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായി. പരിശുദ്ധാത്മാവിലാണ് ഇപ്രകാരം സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായ അറിവ് യോസഫ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിവാഹ നിശ്ചയത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ പരസ്പരം ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം. അല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം വിശ്വാസം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചാൽ പലപ്പോഴും അത് തെറ്റിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. എന്നാലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. അത് വിട്ടുവീഴ്ചകളും പരസ്പര ധാരണകളും ഒക്കെ കൊണ്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. എന്നാൽ കഴിവതും വിവാഹ നിശ്ചയത്തിന് മുമ്പ് തന്നെ ഈ വിശ്വാസം ഉണ്ടാക്കണം. ഈ യോസഫിന് മറിയയിൽ പൂർണ്ണമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, യോസഫിനെ കുറിച്ച് പറയുന്നത്, യോസഫ് നീതിമാനായിരുന്നു. മറിയയിലെല്ലാം വിശ്വാസമുണ്ട്. പക്ഷെ യോസഫ് ആരാ? ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ന്യായപ്രമാണത്തിന് വിരോധമായിട്ടൊരു കാര്യവും ചെയ്യില്ല. അതാണ് അവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? യോസഫ് നീതിമാനായിരുന്നു. എ ജസ്റ്റ് മാൻ. 1:19 അവളുടെ ഭർത്താവായ യോസേഫോ നീതിമാനാകൊണ്ട്, ഈ നീതിമാനായതുകൊണ്ട് സ്വീകരിക്കാനും നിവൃത്തിയില്ല. വല്ലാത്തൊരു വിഷമോ അല്ലേ? മനസ്സിലാക്കണേ. മറിയയിൽ പൂർണ്ണ വിശ്വാസമാ. അവൾ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല, പരിശുദ്ധാത്മാവിലാസം. പക്ഷേ ഞാൻ എങ്ങനെ സ്വീകരിക്കും? ഈ ലോകമെന്ത് പറയും? അല്ലേ? തന്റെ നീതിബോധം ഈ മറിയയെ സ്വീകരിപ്പാനായിട്ട് സമ്മതിക്കുന്നുമില്ല. ഈ അവസരത്തിലാണ് യോസഫ് ഒരു തീരുമാനം എടുക്കുന്നത്. എന്താ യോസഫ് എടുത്ത തീരുമാനം? അവിടെ പ്രത്യേക ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങനെ? ഗൂഢമായി ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു. എങ്ങനെ ഉപേക്ഷിക്കാൻ? ഗൂഢമായി ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഉപേക്ഷണ പത്രം കൊടുത്ത് അവ എന്ത് ശിക്ഷയാണോ ഏൽക്കേണ്ടത് അതനുസരിച്ച് ചെയ്തു വേണം ഉപേക്ഷിക്കാൻ. യോസഫ് നീതിമാനാണ്. യോസഫ് നീതിമാനായതുകൊണ്ട്
തന്റെ നീതി മറിയയോടുള്ള ഒരു നീതികേടായി തീരാൻ പാടില്ല. അതുകൊണ്ട് ഗൂഢമായി ഉപേക്ഷിപ്പാനായിട്ട് ഭാവിച്ചു. ടു പുട്ട് ഹർ അവേ പ്രിവിലി. മനസ്സിലാക്കുന്നുണ്ടാ? അവ എങ്ങനെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കും? എങ്ങനെയാണ് ഗൂഢമായിട്ട് ഉപേക്ഷിക്കും? മറിയയെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരില്ല. കൊണ്ടുവന്നാൽ സംഭവിക്കും? പറഞ്ഞോ, കൊണ്ടുവന്ന എന്തു സംഭവിക്കും? ഇവൾ ഗർഭിണിയാണ്, എനിക്ക് അവളെ സ്വീകരിക്കുവാൻ കഴിയുന്നില്ല, ന്യായപ്രമാണപ്രകാരം ചെയ്യേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞ് പരസ്യമായിട്ട് ഉപേക്ഷിച്ചാൽ മറിയയ്ക്ക് എന്തു സംഭവിക്കും? കല്ലെറിഞ്ഞു കൊല്ലണം. ചിന്തിച്ചിട്ടുണ്ടോ? മറിയയെ കല്ലെറിഞ്ഞു കൊല്ലണം. അതുകൊണ്ട് ഇവിടെ യോസഫ് എടുക്കുന്ന ഒരു നല്ല തീരുമാനമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതും ശരിയായില്ല. അതുകൊണ്ടാണ് ദൈവം തിരുത്തുന്നത്. ഗൂഢമായി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പൊതുവെ കൊണ്ടുവരുന്നില്ല, അവളെ ഇനി സ്വീകരിക്കുന്നില്ല, പക്ഷെ അവൾ ഭാര്യയായി തുടരും. മനസ്സിലാക്കുന്നുണ്ടോ? അവളെ ഞാൻ ഇനി കൂട്ടിച്ചേർക്കാനായിട്ട് പോകുന്നില്ല, പക്ഷേ ഉപേക്ഷണ പത്രം കൊടുക്കുന്നില്ല. ഗൂഢമായി ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. യോസഫിന്റെ നീതിയാണത്. തന്റെ നീതി നിവർത്തിക്കപ്പെടണം. അതേസമയം തന്റെ നീതി മറ്റുള്ളവരുടെ വ്യക്തിക്ക് നീതികേടായിട്ട് ഭവിക്കാനും പാടില്ല. ഇത് നല്ലൊരു തീരുമാനമാണ്. ഇവിടെ നമ്മൾ ഈ വിവാഹത്തോടുള്ള ബന്ധത്തിലൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. ഇത് യോസഫ് തന്റെ നീതിപഥത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, എന്നാൽ കർത്താവ് ദൈവം പ്രത്യക്ഷപ്പെട്ടു, തന്റെ തീരുമാനത്തെ മാറ്റി. എന്താ പറഞ്ഞത്? നീ ശങ്കിക്കേണ്ട. എന്നിട്ട് ഈ യോസഫിന്റെ നീതിയെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. ഈ ദൂതൻ പറഞ്ഞു, സ്വീകരിച്ചു, ചേർത്തുകൊണ്ടു, മറിയയെ ചേർത്തുകൊണ്ടു എന്നാണ് അവിടെ വായിക്കുന്നത്. ചേർത്തുകൊണ്ടു. 1 25 വാക്യത്തിൽ ഒരു പ്രത്യേക പ്രയോഗം അവിടെ പറയുന്നുണ്ട്. യേശു ജനിക്കുന്നത് വരെ മറിയയെ പരിഗ്രഹിച്ചില്ല, അവർ കൂടി ചേർന്നില്ല. മറിയെ ചേർത്തുകൊണ്ടു. എന്നാൽ യേശു ജനിക്കുന്നത് വരെ അവൾക്ക് യാതൊരു അശുദ്ധിയും ഭവിക്കാതിരിപ്പാൻ താൻ പരമാവധി ശ്രമിച്ചു. ഇത് യോസഫിന്റെ നീതിയാ. മനസ്സിലാക്കുന്നുണ്ടോ? യോസഫ് നീതിമാനായിരുന്നത് കൊണ്ടാണ്, ഇങ്ങനെയുള്ള ഒരു നീതിമാനെയാണ് യേശുവിനെ വളർത്തുന്നതിന് വേണ്ടി ദൈവം ഏൽപ്പിച്ചു കൊടുത്തത്. പ്രിയമുള്ളവരെ, ആ നീതി നടപ്പിലാക്കി. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ആവശ്യമില്ലാതെ ആരെയും വിധിക്കരുതേ. ആവശ്യമില്ലാതെ ആരെയും കുറ്റപ്പെടുത്തരുതേ. ആവശ്യമില്ലാതെ ആരെയും പഴിക്കരുതേ. നിങ്ങൾ വിധിക്കുന്ന വിധി ശരിയാകണമെന്നില്ല. ഇവിടെ യോസഫ് എടുത്ത വിധി, അത് ജോസഫിന്റെ കാര്യത്തിൽ നീതിമാനാതുകൊണ്ട് അത് ശരിയെന്ന് യോസഫിന് തോന്നി. എന്നാൽ ദൈവസന്നിധിയിൽ ആ വിധി ശരിയല്ല. അതുകൊണ്ട് ദൈവം പ്രത്യക്ഷപ്പെട്ട് അതിന് തിരുത്തൽ വരുത്തുകയാണ്. ഗലാത്യർ 6:1 സൗമ്യതയുടെ ആത്മാവിൽ ഇടപെടണമെന്നുള്ളത് പറയുന്നുണ്ട്. അതും ഇവിടെ മറിയോടുള്ള ബന്ധത്തിൽ തനിക്ക് കാണാനായിട്ട് കഴിയും. എഫേസ്യർ 4:32 നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. പ്രിയമുള്ളവരെ, യോസഫിന് വേണമെങ്കിൽ മറിയയെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അപമാനം വരുത്തി ദുഷിപ്പിച്ച് വല്ലാത്ത സ്ഥിതിയിലേക്ക് മറിയയെ തള്ളാമായിരുന്നു. എന്നാൽ തന്റെ നീതിബോധവും മറിയയിലുള്ള വിശ്വാസവും അവളോടുള്ള വാത്സല്യവും യോസഫിനെ അനുവദിച്ചില്ല. ഇങ്ങനെ ഒരു നീതിബോധം നമുക്ക് ആവശ്യമാണ്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ
എന്നിവ ധരിച്ചും കൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിപ്പിൻ. നാം ദൈവസന്നിധിയിൽ വളരെ കുറ്റക്കാരായി തീരാറുണ്ട്. അങ്ങനെയുള്ള പാപങ്ങൾ നാം ചെയ്യുമ്പോൾ, നാം ആ പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുമ്പോൾ ദൈവം ക്ഷമിക്കുന്നവനാണ്. ആ ക്ഷമാശീലം നമ്മിലും ഉണ്ടാകണമെന്ന് ദൈവവചനം അനുശാസിക്കുന്നു. ഈ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ക്ഷമിച്ചു, ഞാൻ വിട്ടുകളഞ്ഞു, ക്ഷമ ചോദിച്ചപ്പോൾ തന്നെ വിട്ടുകളഞ്ഞു, എന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും ആ പക മനസ്സിൽ വെച്ചോണ്ട് നടക്കും. അത് ക്ഷമയല്ല. ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മോട് ക്ഷമിക്കുന്ന എങ്ങനെയാണ്? നമ്മുടെ പാപങ്ങളെയൊക്കെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു എന്നും സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. അപ്പൊ കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെങ്കിൽ, ക്ഷമിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം മനസ്സിൽ പകയും വെച്ചുകൊണ്ട് നടന്നാൽ അത് ക്ഷമയാകില്ല. ഇവിടെ യോസഫ് പൂർണ്ണ ക്ഷമ കാണിച്ചു. മറിയയുടെ എല്ലാം മറന്നു, മറിയയെ ചേർത്തുകൊണ്ട്. 1 പത്രോസ് 4:8 സകലത്തിനും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. യോസഫ് മറിയയിലുള്ള സ്നേഹം അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമതായിട്ട് യോസഫിൽ കാണുന്ന മറ്റൊരു സ്വഭാവം, ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കുന്ന യോസഫ്. തനിക്ക് പ്രത്യക്ഷനായി, നീ മറിയയെ ചേർത്തുകൊള്ളാൻ ഭയപ്പെടേണ്ട, പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായതാണ്, മാത്രമല്ല നീയാണ് അവന് പേരിടേണ്ടത്. ഒരു ശിശു ജനിച്ചാൽ ആ ശിശുവിന് പേർ വിളിക്കേണ്ടതാരാ? പിതാവാണ്. സെഖര്യാവിന്റെ കാര്യം നമുക്കറിയാമല്ലോ. യോഹന്നാൻ സ്നാപകന് പേര് വിളിക്കുന്ന കാര്യം പലക എടുത്ത് എഴുതി കൊടുത്തു അല്ലേ? പിതാവാണ് പേരിടേണ്ടത്. അതുവരെ പറയും നീ അവന് പേരിടണം. പോരാ, അത് മാത്രവും പോരാ, നീ അവന് പേരിടണമെന്ന് മാത്രമല്ല, ദൈവത്തിന്റെ പ്രവചനമാണ്, ആ പ്രവചനത്തിന്റെ നിവർത്തിയാണ് നിന്നിലൂടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. ഈ പ്രവചനത്തിന്റെ നിവർത്തിയാണ് ഇതാ നിന്നിലൂടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നീ അവന് പേരിടണം. നോക്കിയേ, ഈ യോസഫിന് കൊടുക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും ദൈവത്തിന്റെ ആ വചനത്തിന്റെ നിവർത്തികളും നീ പേടിക്കണ്ട, ആദ്യം ധൈര്യപ്പെടുത്തുകയാ. മറിയയുടെ യോസഫിന്റെ എല്ലാ ഭയവും കർത്താവ് നീക്കുകയാണ്. നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് ദൈവീകമായ തീരുമാനങ്ങളിൽ നിന്ന്, ദൈവീകമായ കൽപ്പനകളിൽ നിന്ന് ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവവചനത്തിന് എന്നോടും നിങ്ങളോടും പറയുവാനുള്ളത്, നീ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ കൽപ്പന അനുഷ്ഠിപ്പാൻ, ദൈവത്തിന്റെ കൽപ്പന സ്വീകരിപ്പാൻ, ദൈവത്തിന്റെ കൽപ്പന അനുസരിപ്പാൻ നീ ഭയപ്പെടേണ്ട. മാത്രമല്ല, ഇതിന്റെ ആവശ്യകത ശരിയായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ യേശുവിന്റെ ആ ജനനം അംഗീകരിക്കുവാനും ഒക്കെ ശ്രമിച്ചു. സംബോധന പറയുമ്പോൾ ധാരാളം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ദാവീദിന്റെ മകനാണെന്നുള്ള സംബോധന. ഇത് നമ്മോടും പറയുന്നുണ്ട്, മകനെ മകളെ നീ ഭയപ്പെടേണ്ട, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ഇത് മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. നീ ദാവീദിന്റെ പുത്രനാണെന്ന് യോസഫിന് പറഞ്ഞപ്പോഴാണ് യോസഫിന് തന്റെ കർത്തവ്യ ബോധം വളരെയധികം ഉണ്ടായത്. ഇതുപോലെ തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളവും. നാം ആരാണെന്ന് പലപ്പോഴും അറിയുന്നില്ല. നാം ആരാണെന്നുള്ള മറന്നുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും അങ്ങനെയായി പോകുന്നു. അങ്ങനെയുള്ളവരോട് ദൈവം പറഞ്ഞു, നീ ആരാണെന്നറിയണം. കാൺമീൻ, ബിഹോൾഡ്, യു ആർ ദ സൺസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ്, ദൈവത്തിന്റെ മക്കളാണ് നിങ്ങൾ. ആ പദവി നമ്മൾ ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇനി ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ദൈവഹിതം നമ്മിലൂടെ നിറവേറ്റാനായിട്ട് നമ്മൾ ഒന്നിലും ഭയപ്പെടേണ്ട കാര്യം ഇല്ല. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ട് നീ മറിയയെ ചേർത്തുകൊള്ളണം, നീ അവന് പേർ വിളിക്കണം. ഇത് കർത്താവിന്റെ പ്രവചന നിവർത്തിയാണ്. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് യോസഫിന് ശരിയായിട്ടൊരു കോൺഫിഡൻസ്, ഒരു പൂർണ്ണമായി ഉറപ്പ് കൊടുത്ത് എല്ലാ ഭയവും നീങ്ങി ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കുന്ന യോസഫിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടുത്ത് ഉറക്കം ഉണർന്നിട്ട് എന്താ ചെയ്തു? മറിയയെ
ആ വാക്കൊന്ന് വായിക്കാമോ? ഉറക്കമുണർന്ന്, മത്തായി സുവിശേഷം 1:19 20 ഒന്നെടുത്ത് വായിച്ചേ. ഉറക്കമുണർന്ന് ഏത് വാക്കാ? അങ്ങോട്ട് മറന്നു. 24. യെസ്, വായിച്ചോ. മത്തായി സുവിശേഷം 1:24. ആരെങ്കിലും ഒന്ന് ഉറച്ചു വായിച്ചോ. ആ ഭാര്യയെ, ആ പ്രയോഗം എല്ലാവരും ശ്രദ്ധിക്കണം. യോസഫ് മറിയയെ ചേർത്തുകൊണ്ടു എന്നാ പരിഗ്രഹിച്ചില്ല, വിശുദ്ധി കാത്തു സൂക്ഷിച്ചു. ഭാര്യയെ ചേർത്തുകൊണ്ടു. ഈ ചേർത്തുകൊണ്ടത് ഏതുവരെ ചേർത്തു, എത്ര കാലം വരെ ചേർത്തു എന്നതൂടെ പറഞ്ഞ് ആലോചന നിർത്തട്ടെ. ഇനി അവസരം ലഭിക്കുകയാണെങ്കിൽ എൻ്റെ ബാക്കി നമുക്ക് ചിന്തിക്കാം. ഏതുവരെ ചേർത്തു മറിയയെ? ഒരു പേർവഴി ചാർത്തൽ വന്നു ഇല്ലേ? വല്ലാത്തൊരു സമയത്താണ് വന്നത്. എപ്പോഴാണ്? മറിയ ഗർഭിണിയായിരുന്ന സമയത്താണ് അല്ലേ? ഔഗുസ്തോസ് കൈസറുടെ കാലത്തുള്ള കൽപ്പന. ആ കാലഘട്ടത്തില് ലോകമൊക്കെയും പേർവഴി ചാർത്തണം, ടാക്സ് നിശ്ചയിക്കാനാണ് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ലൂക്കോസ് സുവിശേഷം 2:4 പറയുന്നുണ്ട്. അങ്ങനെ യോസെഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രയത്ത് എന്ന പട്ടണം വിട്ടു. 2:5 യഹൂദയിലെ ബെത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി. ആരെയും കൊണ്ട്? മറിയയും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ല. എങ്ങനെയുള്ള മറിയയാ? എങ്ങനെയാ? ഗർഭിണി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഏതാണ്ട് പൂർണ്ണ ആ സമയത്തേക്ക് എത്തിയിരിക്കുക. ഒരു പക്ഷേ ചിലപ്പോൾ 6 മാസം അല്ലെങ്കിൽ 7 മാസം ആയിരിക്കും. എന്നാലും ഇത്രയും ദൂരം, ഒരു 90 മൈൽ കാണും ഈ നസ്രയത്തിൽ നിന്നും ബെത്ലഹേമിലേക്ക് പോകാൻ. 90 മൈൽ. എങ്ങനെ? നല്ല കാറ് കിട്ടിക്കാണും അവർക്ക് പോകാൻ അല്ലേ? തച്ചന ഒരു കഴുതയെ പോലും കിട്ടിയില്ല. ഒരു കഴുതയെ പോലും. എങ്ങനെയായിരിക്കും ഈ ഗർഭിണിയെ കൊണ്ട് നടന്നത്? കാൽനടയായി. ആര് ചേർത്ത് പിടിച്ചു? യോസേഫ് ചേർത്ത് പിടിച്ചു. യോസേഫിന്റെ ആ ദൈവത്തിന്റെ നിയോഗം തിരിച്ചറിഞ്ഞ് ആ കഷ്ടതയുടെ യാത്രയിൽ, വലതും സംഭവിക്കാവുന്ന യാത്ര, ആ യാത്രയിൽ മറിയയെ ചേർത്ത് പിടിക്കുന്ന യോസേഫ്. ഇതൊരു കുടുംബത്തിൽ അത്യാവശ്യമാണ്. പരസ്പരം ചേർത്ത് പിടിക്കണം. കഷ്ടതകൾ ഭർത്താവിന് വരാം, ഭാര്യയ്ക്ക് വരാം, മക്കൾക്ക് വരാം. ആ കഷ്ടതകളിൽ ചേർത്ത് പിടിക്കുന്നവരാണ് യഥാർത്ഥ പങ്കാളികൾ എന്ന് പറയുന്നത്. നോക്കിയേ, ആ ചേർത്ത് പിടിക്കലിന്റെ ക്ലൈമാക്സ് ഞാൻ ചിന്തിക്കുകയുണ്ടായി. എവിടെയാ? അവർ സത്രത്തിൽ ചെന്നു. അവിടെ വായിക്കുന്നുണ്ട്, വഴിയമ്പലത്തിൽ സ്ഥലമില്ല. ഈ അടുത്ത സമയത്ത് ക്രിസ്മസ് സമയത്ത് നമ്മുടെ മോൻ ജെറി ഒരു പോസ്റ്റ് നമ്മുടെ TVയിൽ ഇട്ടിരുന്നു. ഒരു ഡിസ്കഷൻ. എത്ര പേര് കേട്ടെന്നറിയില്ല. ഞാനത് വൃത്തിയായിട്ട് കേട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കണം. യേശു ക്രിസ്തുവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ആ യാത്രയും ആ വഴിയമ്പലത്തിലെ കാര്യങ്ങളും ഒരു കൂട്ടം ചെറുപ്പക്കാരിരുന്ന് ഡിസ്കസ് ചെയ്യുക. വഴിയമ്പലത്തിൽ സ്ഥലമില്ല. ഭാര്യയ്ക്ക് പ്രസവ വേദന തുടങ്ങിയിരിക്കുകയാണ്. സഹോദരിമാർക്കറിയാം എത്ര പ്രയാസമാണ്. ഒന്ന് ഇരിക്കുവാൻ, ഒന്ന് കിടക്കുവാൻ ഒരു സ്ഥലവും ലഭിച്ചില്ല. ആ സാധനങ്ങൾ വയ്ക്കുന്ന, ചെരുപ്പുകൾ വയ്ക്കുന്ന കാറ്റലൂമയിൽ എങ്കിലും അല്പം സ്ഥലം കിട്ടുമോ എന്ന് നോക്കി. അവിടെയും കിട്ടിയില്ല. തച്ചന് ആര് സ്ഥലം കൊടുക്കാൻ? എത്രയോ പ്രമാണിമാരും പ്രഭുക്കന്മാരും ഒക്കെ ഈ സത്രത്തിൽ ആദ്യമേ ഇടം പിടിച്ചു കഴിഞ്ഞു. ഈ തച്ചന് ഇത്രയും ദാരുണമായ അവസ്ഥയിൽ ആരും ദയ തോന്നിയില്ല. എന്നാൽ മറിയയെ ചേർത്ത് പിടിക്കുവാൻ ഒരു വ്യക്തി ദൈവം ഒരുക്കി. ആരാണ്? യോസഫ്. ആ സമയത്ത് യോസഫിന്റെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പ്രസവിക്കുന്നു,
കുഞ്ഞിനെ എടുക്കുന്നു, കുഞ്ഞിന് വേണ്ട പരിചരണം കൊടുക്കുന്നു, മറിയയ്ക്ക് വേണ്ടുന്ന പരിചരണം കൊടുക്കുന്നു, ശീലകൾ ചുറ്റുന്നു, ആ പുൽത്തൊട്ടിയിൽ കിടത്തുന്നു ശിശുവിനെ. മറിയയ്ക്കും വേണ്ടുന്ന ആഹാരം, വെള്ളം ഇതെല്ലാം കൊടുത്തേ മതിയാകൂ. ആ കഷ്ടതയുടെ കടും ശോധനയിലും കൈവിടാതെ ചേർത്ത് പിടിച്ച യോസെഫ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ യോസെഫ് മറിയയെ ചേർത്തുകൊണ്ടു എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ചേർത്ത് അണയ്ക്കുകയായിരുന്നു. ഞാനിവിടെ നിർത്തട്ടെ, സമയം ആയി. ഈ ചേർത്ത് പിടിക്കൽ ഏതുവരെ നീട്ടു? എൻ്റെ മരണം വരെ നീണ്ടു കാണും. മരണം വരെ നീണ്ടു കാണും ഈ ചേർത്ത് പിടിക്കൽ. എത്ര യാത്രകളാ, പിന്നെ എത്ര യാത്രകളാ. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ആ ഹെരോദാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നു. വിദ്വാൻമാർ വന്ന്, യഹൂദന്മാരുടെ രാജാവ് എവിടെ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് കൊട്ടാരത്തിൽ അന്വേഷിച്ചപ്പോൾ ഹെരോദാവ് ഞെട്ടിവിറച്ചു. എനിക്ക് പകരം മറ്റൊരു രാജാവോ? കൽപ്പന പുറപ്പെടുവിക്കുന്നു, 2 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കൊന്നുകളാ. അപ്പോൾ വിദ്വാൻമാർ ചെന്ന് വീട്ടിൽ ചെന്ന് ശിശുവിനെ കണ്ടു. ഏതൊരു വീട്ടിൽ, നസറേത്തിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കണ്ടു, വന്ദിച്ചു. ദൂതന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ഈ വിദ്വാൻമാർ വേറെ വഴിയായിട്ട് പോയി കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ദൈവത്തിന്റെ അരുളപ്പാട് യോസെഫിന് ലഭിക്കുന്നു. നീ ശിശുവിനെയും കൊണ്ട് ഓടിക്കോ. എവിടെ? മിസ്രൈമിലേക്ക് വെക്കോ. അവിടെ നിന്നെ അന്വേഷിച്ച് ആരും വരില്ല. നോക്കിയേ, ഗർഭിണിയായിരുന്നപ്പോൾ ചേർത്ത് പിടിച്ചത് മറിയയും ആ ഗർഭത്തിലെ ശിശുവിനെയും മാത്രമായിരുന്നു. എന്നാൽ ഇവിടെ മറിയയെ ചേർത്ത് പിടിക്കണം, കുഞ്ഞിനെ എടുക്കണം. പലപ്പോഴും കുഞ്ഞിനെ എടുക്കേണ്ടി വന്നു കാണും. ആ യാത്രയും എത്ര ക്ലേശകരമായിരുന്നു. ഒരു ദോഷവും സംഭവിക്കാതെ മറിയയെയും കുഞ്ഞിനെയും പരിപാലിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും എവിടേക്ക് വരുന്നു? യെരുശലേമിലേക്ക് വരുന്നു, ബെത്ലഹേമിലേക്ക് വരുന്നു. അവിടെ വന്നപ്പോൾ ഹെരോദാവ് മരിച്ചു കഴിഞ്ഞു എന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഹെരോദാവിന്റെ മകൻ ആര്? അർക്കലോസ് അല്ലേ? അർക്കലോസ് അല്ലേ? അർക്കലിയോസ് ആണ് അവിടെ ഭരിക്കുന്നത്, ഈ ഹെരോദാവിന്റെ മകൻ. ഈ ഹെരോദാവിനെക്കാളും ദുഷ്ടനാണ് അർക്കലോസ്. ഈ അർക്കലോസ് ആണ് ഇവിടെ ഭരിക്കുന്നതെന്ന് അറിഞ്ഞപ്പം അവിടെ പ്രവേശിക്കാനായിട്ട് യോസെഫിന് മടി. കാരണം ഈ കുഞ്ഞിന് ദോഷം തട്ടും. അങ്ങനെയുള്ള സ്ഥാനത്ത് ശിശുവിനെയും മറിയയെയും വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറല്ല. അർക്കലോസിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമോ? ഹെരോദാവിന്റെ കാലഘട്ടത്തിൽ കൊന്നൊടുക്കിയ ആ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു കൂട്ടം ഇതാ യെരുശലേം ദേവാലയത്തിന്റെ സമീപത്ത് കൂടിയിരിക്കുകയാ. ഏതാണ്ട് 3000-ൽ പരമുണ്ടായിരുന്നു. ആ 3000 എണ്ണത്തിനെയും പിടിച്ച് വധിച്ചുകൊണ്ടാണ് തന്റെ ഭരണം തുടങ്ങിയത്. ആര്? അർക്കലോസ്. ഈ അർക്കലോസിന്റെ അടുക്കലേക്ക് ഈ ശിശുവിനെയും കൊണ്ടുപോയാൽ ഒരു രക്ഷയുമില്ല, ഈ ശിശുവിന് ഹാനി വരും, അതുകൊണ്ട് സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അടുത്ത ഓട്ടം എവിടേക്ക്? നസ്രയത്തിലേക്ക്, ഗലീലയിലെ നസ്രയത്തിലേക്ക്. ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ദൈവം സഹായിക്കട്ടെ. അടുത്ത ഒരു കാര്യവും കൂടെ, ആ ദൈവാലയത്തിലേക്കുള്ള യാത്ര കൂടെ 5 മിനിറ്റ് കൂടെ എടുക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. യാത്ര, ദൈവാലയത്തിലേക്കുള്ള യാത്ര. അവരെന്തിനാ പോയത്? പെസഹയ്ക്ക് ദൈവാലയത്തിൽ ആരാധന കഴിപ്പാനായിട്ട് പോവുകയാണ്. എല്ലാം കഴിഞ്ഞു, തിരികെ വരികയാണ്. തിരികെ വന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞ് യേശുവിനെ അന്വേഷിച്ച? പറമോളെ, ഒരു ദിവസത്തെ വഴി വന്ന ശേഷം അവർ യേശുവിനെ തിരഞ്ഞു. ഇതെനിക്ക് അല്പം കുഴപ്പമുണ്ടാക്കി. അത് ശരിയല്ല. മറിയയുടെയും യോസെഫിന്റെയും അവിടെ എത്ര വയസ്സാ പ്രായം? 12 വയസ്സ്. യേശു വേണ്ട, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ദിവസം വരെ എന്തുകൊണ്ട് ഈ 12 വയസ്സുള്ള പയ്യനെ ഇവരെ തിരക്കിയില്ല? അവർക്ക് പൂർണ്ണമായ വിശ്വാസം. എന്താ വിശ്വാസം? ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും നമ്മുടെ അടുത്തുള്ള മത്തായി ഉണ്ടല്ലോ, മാർക്കോസ് ഉണ്ടല്ലോ, ഔസേപ്പച്ച ഉണ്ടല്ലോ, തോമസ് ഉണ്ടല്ലോ, അവരൊക്കെ നോക്കിക്കൊള്ളുമെന്നേ. ആരുടെ വിശ്വാസമാ? യോസഫിന്റെയും മറിയയും. ഈ വിശ്വാസം ശരിയല്ല. മാതാപിതാക്കൾ ഒരിക്കലും മക്കളെ അങ്ങനെ അങ്ങ് വിശ്വസിച്ചാരെയും ഏൽപ്പിക്കരുത്. നമ്മുടെ ശ്രദ്ധപ്പെടേണ്ട സമയങ്ങളിൽ നമ്മുടെ പൂർണ്ണമായ സൂക്ഷ്മ നിരീക്ഷണത്തിൽ ആയിരിക്കണം മക്കൾ. 12ാം ക്ലാസ് വരെ എങ്കിലും അറ്റ്ലീസ്റ്റ്. ഇന്ന് അത് കഴിയുമ്പം ജർമ്മനി, ലണ്ടൻ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അതൊക്കെ സൗകര്യമനുസരിച്ച്, പഠനത്തിന് സൗകര്യം അനുസരിച്ച് വിടുക. പക്ഷേ
നിങ്ങളുടെ മകൻ ആരുടെ കൂടെയാണ് താമസിക്കുന്നത്? ആരുടെ കൂടെയാണ്? അവർ സഭായോഗത്തിന് കൃത്യമായിട്ട് പോകുന്നുണ്ടോ? ബൈബിൾ വായിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മ നിരീക്ഷണം ഇല്ല എങ്കിൽ അവർ പോകുന്ന വഴി ഏതാണെന്ന് നമ്മൾ ഊഹിച്ചാ പോരാ, ഉറപ്പുവരുത്തണം. ഒരു ദിവസത്തെ വഴി വന്നപ്പോഴാണ് യേശുവിനെ കാണാനില്ല. എത്ര പരിഭ്രമിച്ചു കാണും. അയ്യോ, എന്നെ വളർത്താൻ ഏൽപ്പിച്ച, എന്നെ പരിപാലിക്കാനായിട്ട് ഏൽപ്പിച്ച, ദൈവം ഏൽപ്പിച്ച ഈ യേശുക്കുഞ്ഞ് എവിടെ പോയി? പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ജെർമ്യ യേശുവിനെ കണ്ടെത്തിയത്? ഒരു ദിവസത്തെ വഴി പോയി, എത്ര ദിവസം കഴിഞ്ഞാ കണ്ടെത്തിയത്? ഓർമ്മയുണ്ട? ഇല്ല, 3 ദിവസം കഴിഞ്ഞ്. ഒരു ദിവസത്തെ വഴിയേ പോയുള്ളൂ, കണ്ടെത്താൻ വീണ്ടും 2 ദിവസവും കൂടെ എടുത്തു. എന്താ അത്രയും താമസം? അവിടെ വായിക്കുന്നുണ്ട്, അന്വേഷിച്ചും കൊണ്ട് അവർ തിരികെ പോയി. പോകുന്ന വഴിയിൽ അവിടെയോടെയൊക്കെ തപ്പി, അപ്പുറത്തെ വീട്ടിൽ നോക്കി, ഇവിടെ നോക്കി, കുഴിയിൽ നോക്കി, ആറ്റിൽ നോക്കി, എല്ലായിടവും നോക്കി. അയ്യോ, യേശുവിനെ കാണുന്നില്ല. 2 ദിവസം എടുത്തു മടക്കയാത്രയ്ക്ക്. അന്വേഷണത്തിന്റെ തീവ്രത, ആ മാതാപിതാക്കളുടെ ഹൃദയം എത്ര വിങ്ങിക്കാണും. പ്രിയ മക്കളെ, നിങ്ങൾ മാതാപിതാക്കളെ അറിയാതെ ഒരു സ്ഥലത്തും പോകരുത്, ഒരു കാര്യവും ചെയ്യരുത്. നിങ്ങൾക്ക് പാകമാകുന്നതുവരെ, നിങ്ങൾ മെച്ചുവറാകുന്നതുവരെ നിങ്ങളുടെ സൂക്ഷ്മ നിരീക്ഷണം മാതാപിതാക്കൾക്കുണ്ടാകണം. നിങ്ങൾ മാതാപിതാക്കളെ പൂർണ്ണമായും അനുസരിച്ച് അവരുടെ അറിവ് കൂടാതെ, അവരുടെ സമ്മതം കൂടാതെ ഒരു സ്ഥലത്തും പോകുവാനായിട്ട് പാടില്ല. എന്നിട്ട് കണ്ടെത്തിയപ്പോഴും മറിയ ഓടിച്ചെന്ന് യേശുവോടെ ഉപദേശകന്മാർ നടുക്കായിരിക്കുന്നത്. മറിയയുടെ ഹൃദയം വിങ്ങിപ്പൊട്ടിക്കൊണ്ട് യേശുവിനോട് ഒരു കാര്യം പറഞ്ഞു, നിന്റെ അപ്പനും ഞാനും എത്ര വ്യസനിച്ചു. എന്തുകൊണ്ട് വ്യസനിച്ചു? കൂടെ കൂട്ടിയില്ല. അവിടെ വായിക്കുന്ന ഒരു പ്രത്യേക മറിയ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്തുകൊണ്ടാ? നിന്റെ അപ്പനും ഞാനും നിന്റെ അപ്പനും എന്നല്ല പറഞ്ഞത്, എന്നെക്കാൾ കൂടുതൽ വിഷമിച്ചു നിന്റെ അപ്പൻ. അതുകൊണ്ടാണ് അവിടെ അപ്പന്റെ കാര്യം ആദ്യം എടുത്തു പറഞ്ഞത്. നിന്റെ അപ്പനും ഞാനും എന്നാ പറഞ്ഞത്, ഞാനും നിന്റെ അപ്പനും എന്നല്ല. എത്ര വ്യസനിച്ചു. ഇങ്ങനെയുള്ള വ്യസനത്തിന് ഇടവരുത്തരുത്. പ്രിയമുള്ളവരെ, മക്കളെ പരിപാലിക്കുന്ന, ഭാര്യയെ ചേർത്ത് പിടിച്ച യോസേഫ്, മക്കളെക്കുറിച്ച് വ്യസനിക്കുന്ന, അന്വേഷണത്തിന്റെ തീവ്രത വളരെ ഉണ്ടായിരുന്ന യോസേഫ് നമ്മുടെ കുടുംബജീവിതത്തിനൊരു മാതൃകയാണ്. മറിയ മാതൃകയാണ്. ഈ യേശു മാതൃകയാണ്. ഈ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് തൻ്റെ ശരീരം മുഴുവനും മുറിവുകളാൽ കിടക്കുകയാ. തൻ്റെ മുഖത്തൊക്കെ രോമം പറിച്ചെടുക്കപ്പെട്ടിരിക്കുകയാണ്. നാം ഇന്ന് പാടിയതുപോലെ തുപ്പലിങ്ങനെ വാർന്നൊഴുകുകയാണ്. കണ്ടാൽ ആളല്ല എന്ന് തോന്നുവാറ് വിരൂപമായിട്ട് കിടക്കുകയാ. ആ കിടപ്പിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു വ്യക്തിയെ കണ്ടു. ആരെ കണ്ടു? മക്കളെ പറ, ആരെ കണ്ടു? മറിയ കരഞ്ഞും കൊണ്ട് നിൽക്കുന്നത് കണ്ടു. മക്കളെ, നിങ്ങൾ മാതാപിതാക്കളെ ഏത് വിഷമസന്ധിയിലും നിങ്ങൾ മറക്കരുത്. ഈ യേശുവിന് യാതൊരു ആവശ്യവുമില്ല ആ മറിയ അപ്പോൾ കാണാനും, ആ കരച്ചിൽ കാണുവാനും. മാതാപിതാക്കളുടെ കരച്ചിൽ കാണാത്ത മക്കൾ ദൈവത്തിന് ശാപമാ. അവിടെ യേശു ഒട്ടനെ താൻ സ്നേഹിച്ച ശിഷ്യനെ വിളിച്ചു. ഈ വേദനയുടെ മധ്യയാണ്, യോഹന്നാനെ വാ, കരയുന്ന സ്ത്രീയെ കണ്ടോ? നിന്റെ അമ്മയാ. മറിയ വിളിച്ചു, സ്ത്രീയെ വാ, നിന്നെ ഞാൻ അനാഥനായിട്ട് വിടുന്നില്ല. ഇതാ നിൽക്കുന്നു നിന്റെ മകൻ. നിന്നെ ഇനി ശേഷിക്കുന്ന കാലം യാതൊരു കുഴപ്പവും കൂടാതെ ഈ യോഹന്നാൻ നിന്നെ നോക്കിക്കൊള്ളും. യോഹന്നാൻ അന്നു മുതൽ മറിയയെ ചേർത്തുകൊണ്ടു. യോസഫ് അതിനകം മരിച്ചു കാണും. മക്കളെ, മാതാപിതാക്കളെ കരയുന്നവരായിട്ട് നിങ്ങൾ കണ്ടാൽ അവരെ ആശ്വസിപ്പിക്കുവാൻ മക്കൾക്ക് ബാധ്യതയുണ്ട്, കടമയുണ്ട്. അത് മറന്നുകൊണ്ട് നിങ്ങൾ ഏത് ലോകത്തിന്റെ ഏതറ്റം വരെ പോയാലും ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകില്ല. പോകുന്നതൊക്കെ കൊള്ളാം. അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീർ കാണുവാനുള്ള കാഴ്ച മക്കൾക്കെല്ലാവർക്കും ഉണ്ടാകണം. അത് ദൈവം ആഗ്രഹിക്കുന്നതാണ്, ദൈവം നമുക്ക് കാണിച്ചു തന്നതാണ്.
അങ്ങനെയാണ് കുടുംബ ജീവിതം. മറിയയെ ചേർത്ത് പിടിച്ച യോസേഫ്, മകനെ പരിപാലിക്കുന്ന, കഠിന അധ്വാനം ചെയ്ത് പോറ്റിപ്പുലർത്തുന്ന യോസേഫ് അല്ല. യേശുക്രിസ്തുവിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞല്ലോ. അപ്പനമ്മൻ അമ്മയെ, കരയുന്ന അമ്മയെ കണ്ട് കണ്ണുനീർ വാർത്ത് മനസ്സലിഞ്ഞ് അതിനുള്ള പരിഹാരം വരുത്തുന്ന യേശു. കുടുംബജീവിതത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് പരസ്പരം കരുതലാണ്, പരസ്പരം കെയറിങ്. ഇതില്ലാതെ ഒരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ ആ കുടുംബജീവിതം ആകെ തെറ്റിപ്പോകും. പരസ്പരം കരുതൽ. അപ്പൻ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കരുതണം, ഭർത്താവ് ഭാര്യയെ കരുതണം, മക്കളെ കരുതണം, മക്കൾ അപ്പനമ്മമാരെ കരുതണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് നമുക്കിത് പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് യോസെഫിനെ പോലെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ, നീതിമാനായിക്കൊണ്ട് തന്നെ യാതൊരു കോട്ടവും വരാതെ വണ്ണം ദൈവത്തിന്റെ കൽപ്പന പ്രകാരം കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമ്മെല്ലാവരെയും ദൈവം അധികമായിട്ട് സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന്റെ അതിവിശുദ്ധ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.